നമസ്കാരം. കാണാൻ സാധിക്കുന്ന സാഹിത്യമാണ് തിരക്കഥ എന്ന് ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയുടെ തിരക്കഥാ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു പേരാണ് അദ്ദേഹത്തിൻ്റേത്. തിരക്കഥയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുകയും സ്വന്തം ചിത്രങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. നിയതമായ ഒരു തിരക്കഥയോടുകൂടിയ ചിത്രങ്ങളായിരുന്നില്ല അതുവരെ ഉണ്ടായിരുന്നത്. പിന്നീട് P. പത്മരാജനും ലോഹിതദാസും അടക്കം എത്രയോ മഹാരഥന്മാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് സിനിമ എന്ന മഹാത്ഭുതം സംഭവിക്കുന്നത്. ചലിക്കുന്ന ചിത്രം എന്ന കൗതുകത്തിനുമപ്പുറം ഇന്ന് നാം കാണുന്ന നിലയിലേക്കുള്ള സിനിമയുടെ വളർച്ച സംഭവിക്കുന്നത് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെയാണ്. ലോക സിനിമയുടെ, കുറഞ്ഞപക്ഷം മലയാള സിനിമയുടെ എങ്കിലും ചരിത്രം അറിയാൻ ശ്രമിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എത്ര സങ്കീർണമായ വഴികളിലൂടെയാണ് സിനിമയുടെ വളർച്ചയെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും കുറച്ചൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാനിടയുണ്ട്. അത് എഴുത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. കുറേയധികം വർഷങ്ങൾക്ക് മുൻപാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി എറണാകുളത്തെ ഒരു ഫിലിം സ്കൂളിൽ കോഴ്സ് അന്വേഷിച്ച് ചെന്നിരുന്നു. സ്ക്രിപ്റ്റ് മാത്രമാണോ വിത്ത് ഡയറക്ഷനാണോ എന്ന് ഓർക്കുന്നില്ല. 1 ലക്ഷമോ 1.5 ലക്ഷമോ മറ്റോ അവർ അന്ന് ഫീസ് പറഞ്ഞു. 10-20 വർഷം മുൻപാണെന്ന് ഓർക്കണം. ഇന്നത്തെ ഫീസ് എത്രയെന്ന് അറിയില്ല. ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. പിന്നീട് നാട്ടിൽ തന്നെ കോഴ്സ് ചെയ്ത ഒരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് 2 ഹിറ്റ് സിനിമകളുടെ സംവിധായകനും എഴുത്തുകാരനുമൊക്കെ ആയിട്ട് മാറി. അദ്ദേഹത്തോട് ഈ സ്ക്രിപ്റ്റിൻ്റെ കോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. സ്ട്രെയിറ്റ് അദ്ദേഹം ചോദിച്ചൊരു കാര്യം, ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെയാണ് എഴുതാൻ പഠിപ്പിക്കാൻ പറ്റുക എന്നതാണ്. ഫിലിം സ്കൂളിലാണെങ്കിലും കുറേ ക്ലാസിക്സ് ഇട്ട് കാണിക്കും, അതിനപ്പുറത്ത് ടെക്നിക്സൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും. അതിനപ്പുറത്ത് ഒന്നും എഴുതാൻ മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ പുള്ളി ഉറച്ചു നിൽക്കുകയായിരുന്നു. കാഷ്വലായിട്ട് പറഞ്ഞാണെങ്കിലും അതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. ഫിലിം സ്കൂളുകൾ മോശമാണ് എന്നല്ല, സാമ്പത്തിക ഭദ്രതയുള്ളവർ തീർച്ചയായും ഒരു ഫിലിം സ്കൂൾ ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു ഓർഡറിനനുസരിച്ച് കൃത്യമായി പഠിച്ചു പോകാൻ സാധിക്കുമല്ലോ. സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ഘടകമല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം കിട്ടും ഫിലിം സ്കൂളുകളിൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായി എഴുതി തുടങ്ങുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒരേ പ്രശ്നമായിരിക്കില്ല. എൻ്റെ പ്രശ്നം പറയുമ്പോൾ അതുമായി കണക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് സ്വന്തം പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ചൊക്കെ എഴുതും. എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിവൈകാരികതയായിരുന്നു. ഈ നോവലൊക്കെ കൂടെ വായിച്ചിട്ട് സാഹിത്യത്തിൻ്റേതായിട്ടുള്ളൊരു ഭാഷാശൈലിയും ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു എനിക്ക് മൊത്തത്തിൽ സ്ക്രിപ്റ്റിനോടുണ്ടായിരുന്നത്. ഇത് രണ്ടും സിനിമയ്ക്ക് ആവശ്യമാണ്, പക്ഷേ അതൊരു അളവിൽ മാത്രം മതി. അത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ആ സമയത്ത് ഇല്ലായിരുന്നു. MTയുടെയും പത്മരാജൻ്റെയും സ്ക്രിപ്റ്റുകൾ വായിച്ച് തന്നെയാണ് എഴുതാൻ പഠിക്കുന്നത്. ബുക്ക് ഫോമിലുള്ള സ്ക്രിപ്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണല്ലോ, അത് വായിച്ചിട്ടാണ് എഴുതി തുടങ്ങുന്നത്. അങ്ങനെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന അവസരത്തിൽ മുൻപ് പറഞ്ഞ ചേട്ടനെ കൊണ്ട് കാണിക്കും. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് സിനിമാറ്റിക് അല്ല എന്ന് പറയും. വീണ്ടും തിരുത്തി എഴുതും. മാറ്റി എഴുതിക്കൊണ്ട് ചെല്ലുന്ന സമയത്തും സിനിമാറ്റിക് അല്ല എന്ന് പറയും. ഇത് ഈ ട്രാക്കിലേക്ക് വീഴാൻ എന്താണ് സിനിമാറ്റിക് എന്ന കാര്യം ബോധ്യപ്പെടുന്നതിന് ഒരുപാട് കാലമെടുത്തു. ആ ട്രാക്കിലേക്കൊന്ന് വീഴാനായിട്ട് വീണ്ടും എഴുതി ഒരു സമയത്താണ് നമുക്ക് അത് ബോധ്യപ്പെടുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് എഴുതും. അപ്പോൾ 10-200 പേജൊക്കെ കാണുമല്ലോ. ഇത് അദ്ദേഹത്തിന് എടുത്ത് കൊണ്ടുപോലും വായിച്ചു നോക്കിയിട്ട് കറക്ഷൻ പറയും. ഇങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഒരു ദിവസം ഞാൻ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു, ഈ ഷോട്ട് എന്ന് എല്ലാവരും പറയുന്നു, എന്താണ് ഈ ഷോട്ട്? പുള്ളി എന്നെ ഒന്ന് നോക്കി. ഷോട്ട് എന്താണെന്ന് അറിയത്തില്ലാതെയാണോ സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്ന മട്ടിൽ ആയിരുന്നത്. കാര്യം സ്ക്രിപ്റ്റ് എഴുതുന്നതിന് നമുക്ക് ഷോർട്ട് ഡിവിഷനൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. സ്ക്രിപ്റ്റ് പ്രത്യേകിച്ച് ഇവരുടെ ബുക്കുകൾ വായിച്ച്, ഇപ്പോൾ MTയുടെയൊക്കെ ബുക്കുകൾ വായിച്ചിട്ട് എഴുതാൻ പഠിച്ചതാണ്. അപ്പം ഞാൻ ഒരു കഥയെ സീനാക്കി എഴുതി അങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ ഷോർട്ട് ഡിവിഷനും അല്ലെങ്കിൽ ഷോർട്ട് എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഷോർട്ടിനെ കുറിച്ച് ചോദിച്ചു. പുള്ളി ഫ്രണ്ടിലുള്ള TV-യിലേക്ക് നോക്കിയിട്ട് ഒരു പരസ്യം ആയിരുന്ന സമയത്ത് ആ പരസ്യത്തിൻ്റെ ഓരോ ഷോട്ട് മാറുന്നതനുസരിച്ച് ഇതൊരു ഷോട്ട്, ഇത് മറ്റൊരു ഷോട്ട്, ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഷോട്ട് എന്താണെന്ന് ആദ്യമായിട്ട്
മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ സിനിമയുടെ ടെക്നിക്കാലിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നത്. ഒരു തിരക്കഥാകൃത്തിന് അറിഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധമില്ലെങ്കിലും ഷോട്ട് അറിഞ്ഞിരിക്കണം. ഷോട്ടല്ല, മറ്റ് തിരക്കഥയുടെ മറ്റ് ടെക്നിക്കൽ ഘടകങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അതനുസരിച്ച് അന്നേരം എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവും. വായന ഒരു പ്രധാന ഘടകമാണ്. എത്രത്തോളം വായിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഭാവനാസമ്പന്നമാകും മനസ്സ്. പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനും അത് കഥയായും തിരക്കഥയായും വളർത്തുന്നതിനുമൊക്കെ വായന ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. പരന്ന വായന തന്നെയാണ് നല്ലത്. എല്ലാ വിഭാഗത്തിലും പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മഹാഭാരതമെങ്കിലും മനസ്സിരുത്തി വായിച്ചിരിക്കണം. ലോകമൊട്ടാകെയുള്ള ഏതു തരം കഥകളുടെയും ചില സൂചകങ്ങൾ മഹാഭാരതത്തിൽ കണ്ടെത്താൻ കഴിയും. അതിനോടൊപ്പം തന്നെ വായിച്ചിരിക്കേണ്ട മറ്റൊരു ക്ലാസിക്കാണ് രാമായണം. ഈ 2 ക്ലാസിക്കുകൾ മനസ്സിരുത്തി വായിച്ചാൽ തന്നെ കഥയുടെ ഒരു റൂട്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഭാവന വളർത്തുവാൻ ഭൂരിഭാഗം എഴുത്തുകാരും പറയുന്ന ചില പുസ്തകങ്ങൾ ഇവിടെ കൊടുക്കാം. തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് സിനിമ കാണുക എന്നത്. എത്രത്തോളം സിനിമ കാണാൻ സാധിക്കുന്നുവോ അത്രത്തോളം കാണുക. ശ്രദ്ധാപൂർവം സിനിമകൾ കാണുമ്പോൾ എല്ലാ സിനിമകളും എന്തെങ്കിലും ഒരു അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്നതായി ബോധ്യപ്പെടും. പരമാവധി സിനിമ കാണാൻ ശ്രമിക്കുക.